പൂജയൊക്കെ കഴിഞ്ഞ് ബുക്ക് എടുക്കാനായിട്ട് എന്തോ ഒരു ആവേശമായിരുന്നു എനിക്ക്. എന്തറിയാൻ പാടില്ല, പഠിക്കാനൊരു ത്വരയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ടായിരുന്നു പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ എക്കണോമിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് ആണ് ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ പഠിച്ച് പോകുന്നത്. പൂജപ്പിന് മുമ്പ് ഞാൻ എക്കണോമിക്സ് വെച്ചാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുറക്കുമ്പോഴും ഇത് തന്നെ എക്കണോമിക്സ് ഐ പി തന്നെ പഠിച്ച് മാറിയും തിരിഞ്ഞും പഠിച്ച് ഞാൻ തന്നെ കുഴഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി ലെക്ചർ കണ്ട് തീർത്തൊരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പം അതിന് ഇത് വായിക്കാനുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് വായിച്ച് സെൽഫ് സ്റ്റഡി ചെയ്തിട്ടേ കാര്യമുള്ളല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ രീതിയിലൊന്ന് പ്രോപ്പറായിട്ടൊന്ന് പഠിച്ചു വിടുമായിരുന്നു ആ ഒരു ചാപ്റ്റർ. അപ്പം ഇനി ആ ചാപ്റ്റർ ഇനി നോക്കേണ്ട ആവശ്യമില്ല. ഇനി എക്സാമിൻ്റെ ആ സമയത്തൊന്ന് റിവൈസ് ചെയ്താൽ മതി. അങ്ങനെ ആ ഒരു ചാപ്റ്റർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പൂജവെപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ബുക്ക് എടുത്തതിന് ശേഷം എനിക്കെന്തോ പഠിക്കാൻ മാത്രമേ അങ്ങനെ തോന്നാറുള്ളൂ. ഫോൺ എടുത്ത് കുത്തിക്കളിച്ചിരിക്കാനോ ഒന്നും തോന്നുന്നില്ല. ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യാനോ ഒന്നും ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കംപ്ലീറ്റ്ലി നല്ല ഒച്ചയായിട്ടിരുന്ന് പഠിക്കുക തന്നെയായിരുന്നു. രാവിലെ ഫുള്ളായിട്ടൊരു ലഞ്ചിന് മുമ്പ് വരെ ഞാൻ മൊത്തം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ച് കഴിഞ്ഞിട്ടൊന്ന് കുറഞ്ഞത്, എന്നാൽ ലഞ്ചിന് മുമ്പ് വരെ നല്ല അടിപൊളിയായിട്ട് കുറേ നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ അങ്ങനെ പഠിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇന്നെന്തോ രാവിലെ എഴുന്നേറ്റ് നല്ല വെച്ചായിട്ടിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഇൻട്രൊഡക്ഷൻ ആണ് മൈക്രോ എക്കണോമിക്സിൻ്റെ. അത് വലിയ കുഴപ്പമുണ്ടായില്ല. പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ട് പഠിച്ച് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം കോൺസെപ്റ്റ് മനസ്സിലായി. ഇതിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം പിന്നെ ചാപ്റ്റർ ഏകദേശം പിടികിട്ടിയൊരു ഇതായി. അതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമായിരുന്നു. ഇത് ഇവിടുന്ന് ഇത്രയൊക്കെ വരുള്ളൂ. ഇതിനകത്താണെങ്കിൽ കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് പഠിക്കാനായിട്ട് ആ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് ആ എക്സ്പ്ലനേഷനും കൂടെ വായിച്ചിട്ട് അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ ഭയങ്കര ലെങ്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സത്യത്തിൽ ഈ ചാപ്റ്ററിൽ ആകെ ഇച്ചിരിയേ ഉള്ളൂ പഠിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ചാപ്റ്റർ നമുക്ക് സെറ്റാണ്. ഡയഗ്രാം വരയ്ക്കാനൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് ടേബിളൊക്കെ വരയ്ക്കാനുള്ളതും അതൊക്കെ ഉണ്ട്. അത് വലിയ കുഴപ്പമില്ല. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സെറ്റാക്കാവുന്നേ ഉള്ളൂ. സത്യം പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും രാവിലെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സെറ്റായിട്ടൊന്ന് പഠിക്കാൻ പറ്റുന്നത്. നല്ല ലൈറ്റിംഗ് ആണ് വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ പഠിക്കാനാണെങ്കിലും ഫുൾ കോൺസെൻട്രേഷനോട്ടൊന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ കഴിക്കാനായിട്ട് ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കിയിട്ടായിരുന്നു. മാഗി അല്ല കേട്ടോ, ഇത് ഒരു നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്പൈസി ആയിട്ടെന്തെങ്കിലും കഴിക്കണം എന്നുള്ളതിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു നൂഡിൽസ്. ഞാൻ എൻ്റെതായ ഒരു രീതിയിലൊക്കെയാണ് അത് ഉണ്ടാക്കുന്നത്. എൻ്റെതായ ചെറിയ ടച്ചൊക്കെ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇംഗ്ലീഷ് എടുത്തിട്ട് കുറച്ചായി. ഇംഗ്ലീഷിൽ എനിക്ക് ഗ്യാപ്പില്ലാത്തൊരു എക്സാമാണ് ഇംഗ്ലീഷ്, പിന്നെ IP. അപ്പോൾ ഇംഗ്ലീഷ് ഭയങ്കര പെൻഡിങ് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഇംഗ്ലീഷ് എടുത്തുകൊണ്ട് വന്നിട്ടിരുന്നിട്ട് ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ ഒന്ന് സെറ്റാക്കി എടുക്കുമായിരുന്നു. ഒന്ന് ജസ്റ്റ് റീഡൊക്കെ ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൈഡിലൊക്കെ എഴുതി വെച്ച് അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റിലെ ഇംഗ്ലീഷ് എനിക്ക് മടിയായിരുന്നു പഠിക്കാനായിട്ട്. ഇപ്പോഴാണ് ഇംഗ്ലീഷിൻ്റെ എക്സാമിന് ഇത്രയും ദിവസം മുമ്പൊക്കെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്. സാധാരണ തലേ ദിവസമാണ് എപ്പോഴും ഇംഗ്ലീഷ് ഞാൻ പഠിക്കുന്നത്. തലേ ദിവസമാണ് ബുക്ക് തുറന്നു നോക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഫസ്റ്റ് പീരിയോഡിക് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിനൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഇരുന്ന് പഠിക്കാനൊക്കെ തുറക്കുന്നത്. ഇംഗ്ലീഷിന് ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് വായിച്ചതും അങ്ങനെയായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും ഞാനിപ്പോൾ എടുത്ത് നോക്കുന്നില്ല. എൻ്റെ പ്രോപ്പർ റീഡിംഗ് ഒന്നും കഴിയാത്ത ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പോമാണ് മെയിനായിട്ട് എനിക്കുള്ളത്. അതാണ് എനിക്ക് നോക്കാനുള്ളത്. അപ്പോൾ 2 ടെക്സ്റ്റ് ബുക്കും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ട്. എന്നാലും എൻ്റെ ഇംഗ്ലീഷ് ഏകദേശം ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ. ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതെങ്കിലും ഒരു ലെക്ചർ കണ്ടുകൊണ്ടായിരിക്കും. അപ്പോൾ ആനിമേറ്റഡ് ആയിട്ടുള്ള ലെക്ചേഴ്സാണ് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള ആനിമേറ്റഡ് വേർഷനൊക്കെ കുറച്ച് ഫണ്ണിയും കൂടെയാണ്. അപ്പോൾ പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പോകത്തൊന്നുമില്ല. എന്താ അറിയില്ല, കുറച്ച് വിയേർഡായിട്ടുള്ള ഒരു ഇതൊക്കെയാണ് ആനിമേറ്റഡിനകത്ത് കാണിക്കുന്നത്. പക്ഷേ രസമാണ്, മനസ്സിലാവും, കാര്യമൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാവും. അപ്പം പിന്നെ ഓരോ ലൈനിലും ഡിഫിക്കൽട്ടായിട്ട് വരുന്ന ലൈൻസും പിന്നെ ചില ലൈൻസിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, എവിടെ മാർക്ക് വരാൻ ചാൻസ് ഉള്ള സംഭവത്തിൻ്റെയൊക്കെ. പിന്നെ ഇംഗ്ലീഷൊക്കെ എടുത്ത് മാറ്റി ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം ഡെസ്ക്. കാരണം അവിടെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഹൈലൈറ്റേഴ്സും സ്റ്റിക്കി നോട്ട്സും ഒക്കെ അവിടെ ഇവിടേക്ക് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ഞാൻ IP എടുത്തു. IP എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പൈത്തൺ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്, ചെയ്യാനൊക്കെ കുറേ ഉണ്ട്. ഇങ്ങനെ ഫുള്ളി തിയറി അല്ല. കാരണം ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ തിയറിയാണ്, കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ. അപ്പോൾ അത് അത്രയും തിയറി കഴിഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ഒരു സമാധാനമാണ്. എനിക്ക് ഈ തിയറിയെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്.
പക്ഷേ തിയറിയിലാണ് എനിക്ക് മാർക്ക് കിട്ടുന്നതെങ്കിലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പൈത്തൺ ചാപ്റ്റർ ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഒന്ന് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, ഓരോ പോയിന്റ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇന്ന് എനിക്ക് തീർക്കണമെന്നുണ്ടായിരുന്നു, എന്നാലും ഇതുവരെ ഞാൻ തീർത്തിട്ടില്ല. ഇനി നൈറ്റ് പഠിക്കുമ്പോൾ തീർക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാത്രമുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.